നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിന് ശ്രീലങ്കയിൽ ഗംഭീര തുടക്കം. നെതർലൻഡ്സ് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ വിറപ്പിച്ചു. പാകിസ്ഥാൻ മുട്ടിടിച്ചു. ഒടുവിൽ രക്ഷപ്പെട്ടു പോയി. അവസാനത്തെ 2 ഓവറിൽ പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 29 റൺസാണ്. വാൻ ബീക്ക് എറിഞ്ഞ ആദ്യ പന്ത് ഫഹീം അഷ്റഫ് സിക്സറിന് പറത്തി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ വാൻ ബീക്കിനെ അടിക്കാൻ ശ്രമിച്ച ഫഹീമിന് പിഴച്ചു. കുത്തനെ ഉയർന്ന പന്ത് മാക്സ് ഒഡൌഡിന് ക്യാച്ച് എടുക്കാമായിരുന്നു ലോങ് ഓണിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളിയുടെ പ്രഷറായിരിക്കണം, അദ്ദേഹത്തിന് ക്യാച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പാകിസ്ഥാൻ താരങ്ങൾ 2 റൺ ഓടിയെടുത്തു. അവിടെയാണ് ഈ കളി പാകിസ്ഥാൻ ജയിച്ചത്. ആ വിക്കറ്റ് വീണിരുന്നെങ്കിൽ, പാകിസ്ഥാൻ്റെ 8ാമത്തെ വിക്കറ്റ് അവിടെ വീണിരുന്നെങ്കിൽ വലിയ പ്രഷറിന് മുന്നിൽ അവർ തകർന്ന് പോയേനെ. പക്ഷേ ഫഹീം അഷ്റഫ് പിന്നീട് തനിക്ക് കിട്ടിയ ലൈഫ് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി. തൊട്ടടുത്ത പന്തിൽ അദ്ദേഹത്തിൻ്റെ വക സിക്സർ തന്നെ പിറന്നു. പിന്നെ ഒരു ഡോട്ട് ബോൾ, വീണ്ടും സിക്സർ, വീണ്ടും ഒരു 4. അതോടുകൂടി പാകിസ്ഥാന് വിജയിക്കാൻ പിന്നെ 5 റണ്ണ് മതി എന്ന സ്ഥിതിയിലെത്തി. അവസാനം ഫഹീം തന്നെ ബൗണ്ടറിയിലേക്ക് ഡിലീഡിനെ പറത്തിക്കൊണ്ട് പാകിസ്ഥാനെ വിജയത്തിലേക്കും കൊണ്ടുപോയി. അവസാന ഓവറിൽ 3 പന്തുകൾ ശേഷിക്കെ പാകിസ്ഥാൻ രക്ഷപ്പെട്ടു പോയി എന്ന് തന്നെ പറയണം. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സ് നിശ്ചിത 20 ഓവറുകളിൽ 19.5 ഓവറിൽ ഓൾ ഔട്ടായി. 20ാമത്തെ ഓവറിൽ ഓൾ ഔട്ടായി 147 റൺസാണ് അടിച്ചിരുന്നത്. അവർക്ക് വേണ്ടി ഓപ്പണർമാരായിട്ടുള്ള ലെവിറ്റും ഒഡൌഡും ചേർന്ന് 28 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. 4ാമത്തെ ഓവറിൽ ഒഡൌഡ് പോകുമ്പോൾ 7 പന്തിൽ നിന്ന് അദ്ദേഹം 5 റൺസാണ് അടിച്ചിരുന്നത്. അതേസമയം ഷഹീൻ ഷാ അഫ്രീദിക്കെതിരെയൊക്കെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത ലെവിറ്റ് 15 പന്തിൽ നിന്ന് 3 4-ഉം 1 6-ഉം അടക്കം 24 റൺസ് കുറിച്ചു. ബാസ് ഡിലീഡ് 25 പന്തിൽ നിന്ന് 30 റൺസുമായിട്ട് നല്ലൊരു ഇന്നിങ്സ് കളിച്ചപ്പോൾ അക്കർമൻ്റെ വക 14 പന്തിൽ നിന്ന് 20 റൺസായിരുന്നു. എഡ്വേർഡ്സ് 29 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചു. ആര്യന്തത്തിൻ്റെ വക 13 റൺസായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ 19.5 ഓവറുകളിൽ 147 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാന് വേണ്ടി സൽമാൻ മിർസ 3.5 ഓവറുകളിൽ 24 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി. നവാസും അബ്രാർ അഹമ്മദും സെയ്ം അയ്യൂബും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ നല്ല തുടക്കമാണ് ഇട്ടത് എന്ന് തോന്നി. കാരണം ആദ്യത്തെ 2-3 ഓവർ ആകുമ്പോഴേക്കും അതിവേഗത്തിൽ അവർ പോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ആദ്യ വിക്കറ്റ് പോയി. സെയ്ം അയ്യൂബ് മടങ്ങി. 13 പന്തിൽ 4 4-ഉം 1 6-ഉം അടക്കം അദ്ദേഹം 24 റൺസ് അടിച്ചു. സ്കോർ ബോർഡിൽ അപ്പോൾ 27 റൺസായിരുന്നു. അതിൽ 24 വന്നത് അയ്യൂബിൻ്റെ ബാറ്റിൽ നിന്നാണ്. ഫർഹാൻ 31 പന്തിൽ നിന്ന് 47 റൺസ് അടിച്ചു. സൽമാൻ അലി ആഗ 12 റൺസ്, ബാബർ അസം 15 റൺസ്. അവരുടെ വിക്കറ്റുകൾ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വീണുകൊണ്ടിരുന്നു. ഉസ്മാൻ ഖാന് 2 പന്തിൽ നിന്ന് ഡെക്കായിട്ട് മടങ്ങി. ഷദബ് ഖാന് 12 പന്തിൽ നിന്ന് 8 റൺസിന് മടങ്ങി. നവാസ് 13 പന്തിൽ നിന്ന് 6 റൺസിന് മടങ്ങി. പാകിസ്ഥാൻ ഇൻ ബിഗ് ട്രബിൾ എന്ന രൂപത്തിലേക്കായി. അതായത് 114-7 തീർന്നു പാകിസ്ഥാൻ എന്ന് തോന്നിച്ചേർത്ത് നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവസാനവട്ട ടെസ്റ്റ് ഉണ്ടായത്. ഫഹീം അഷ്റഫ് 11 പന്തിൽ 2 4-ഉം 3 6-ഉം അടക്കം 29 റൺസ് അടിച്ചെടുത്താണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടു പോയത്. 3 വിക്കറ്റിന് വിജയം പാകിസ്ഥാൻ കുറിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.